സ്കോട്ട്ലൻഡിൻ്റെ തലസ്ഥാനമായ എഡിൻബറയിൽ 2 ദിവസം ചെലവഴിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. എഡിൻബറ സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചുവെങ്കിലും സിറ്റിയുടെ വലിപ്പവും സൗന്ദര്യവും പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിഞ്ഞത് എഡിൻബറ സിറ്റിയിൽ നിന്നും അധിക ദൂരെയല്ലാത്ത ആർദേഴ്സ് സീറ്റ് എന്ന മലമുകളിൽ ചെന്നപ്പോഴാണ്. സ്കോട്ടിഷ് പാർലമെൻറ്റ് സന്ദർശിച്ചതിന് ശേഷം ഞങ്ങൾ ആർദേഴ്സ് സിറ്റിയിലേക്ക് നടക്കാൻ തുടങ്ങി. ഇത് രണ്ടും സന്ദർശിക്കുന്നവരുടെ വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് ഏരിയ ഒന്നു തന്നെയാണ്. 40 മിനിറ്റ് നടന്നാൽ ഈ മലമുകളിലെത്താം. സിറ്റിയിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രം. അവിടെ എത്തിയാൽ കാണുന്ന കാഴ്ച നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. വളരെ ഉയരത്തിൽ നിന്നുള്ള എഡിൻബറ സിറ്റിയുടെ സൗന്ദര്യവും വലിപ്പവും നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ കഴിയും. ചെറുതും വലുതുമായ ആയിരക്കണക്കിന് കെട്ടിടങ്ങളും എഡിൻബറ കാസിലും ഫോർത്ത് കടലെടുക്കും ഉൾപ്പെടെയുള്ള 360 ഡിഗ്രി പനോരമിക് വ്യൂ ലഭിക്കുന്നു എന്നതാണ് ഈ മലയുടെ ഏറ്റവും വലിയ സവിശേഷത. 350 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ശേഷിപ്പായാണ് ഇത് അറിയപ്പെടുന്നത്. അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെയും ലാവാപ്രവാഹത്തിൻ്റെയും തെളിവുകൾ ലഭിച്ചിട്ടുള്ളതായി ഭൂഗർഭശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. ഈ മലയുടെ ഒരു ഭാഗം, സിറ്റിയോട് ചേർന്നുള്ള ഭാഗം, മുകൾ മുതൽ താഴെ വരെ വെട്ടിയരിഞ്ഞെടുത്തതുപോലുള്ളതാണ്. സിറ്റിയുടെ വികസനത്തിനായി മണ്ണുമാറ്റിയതാണോ എന്ന് സംശയമുണ്ട്. കഠിനമായ തണുപ്പും ശക്തമായ കാറ്റുമുണ്ടെങ്കിലും പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് അവിടെ എത്തിയ എല്ലാവർക്കും മനസ്സിന് കുളിർമയേകുന്ന കാഴ്ച തന്നെയായിരുന്നു ആർദേഴ്സ് സീറ്റ് സമ്മാനിച്ചത്. എഡിൻബറ സന്ദർശിക്കുന്നവർ ആരും ആർദേഴ്സ് സീറ്റിന് മുകളിൽ നിന്നുള്ള എഡിൻബറ സിറ്റി കാണാനുള്ള അസുലഭ അവസരം നഷ്ടപ്പെടുത്തരുത്. അത്രയ്ക്ക് സുന്ദരമാണ് അവിടെ നിന്നുള്ള 360 ഡിഗ്രി പനോരമിക് വ്യൂ.